നമ്മൾ ചിക്കന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറേ മസാലകളൊക്കെ ചേർത്തുണ്ടാക്കുന്നതിലും ഈ മുളക് പൊടി പോലും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒത്തിരി മടിയുള്ളവർക്കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ പെരട്ടാണേ. ചെറിയുള്ളി പൊളിക്കാൻ മടിയുള്ളവർക്ക് ഇത് ഇത്തിരി പാടാണ് കേട്ടോ. എനിക്കും ശരിക്കും മടിയാണ്. പിന്നെ ഞാനും അമ്മയും കൂടി ചേർന്ന് ഒരുമിച്ച് ഇത്രയും പൊളിച്ചെടുത്തു കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം വരുമ്പം ചെറിയുള്ളി ചേർക്കാതെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. ചെറിയുള്ളി മാത്രം മതി. സവോളയും വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇടിക്കല്ലിൽ ജസ്റ്റ് ചതച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒരുപാട് ചതയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ മിക്സിയിലിടുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുക്കുക. ഒരുപാട് കുഴഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഈ ചെറിയുള്ളി ചതച്ച് ഇങ്ങനെ ഒരു പരുവത്തിലെടുക്കണം. കുഴഞ്ഞു പോകരുത്, പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ എല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് നല്ല ടേസ്റ്റാണ്. മുളക് പൊടി ചേർക്കാതെ വറ്റൽ മുളക് ഈ ഒരു പരുവത്തിൽ കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വറ്റൽ മുളക് ഇടുമ്പം നല്ലൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. മുളക് പൊടിയെക്കാട്ടിലും നല്ലൊരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. പിന്നെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത്രയും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട. പിന്നെ നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളി ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ചിക്കനൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഓടിപ്പോയി ഉണ്ടാക്കാം. അത്രയും സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ വറ്റൽ മുളകുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ചെറിയൊരു ഫ്ലേവറിന്, വേറൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രേവിക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഗ്രേവിക്ക് നല്ല നമ്മൾ കുറുകിയിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇല്ലെങ്കിൽ അത് ഡ്രൈ ആക്കി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ആ ഗ്രേവി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. ഞാൻ അടച്ച് വെച്ച് ഇറച്ചി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴഞ്ഞ പരുവം വേണോ അതോ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.